ഒന്നും ശരിയല്ല, എല്ലാം തലതിരിഞ്ഞാന്നുള്ളത്. മേയറിന്റെ അധികാരം എന്താണെന്നുള്ളത് ആദ്യം അറിഞ്ഞിട്ടുണ്ടാവണം. അതെ, പിന്നെ അവരെ നശിപ്പിച്ചതിലാണ് ഈ വിഷയം ആയത്. ഡ്രൈവറാണ് കുറ്റക്കാരൻ. തുടങ്ങി വെച്ചത് മൂപ്പര. ഇന്ത്യയുടെ ഗതികേടനാണ് ഈ മാധ്യമങ്ങളുടെ ഗതികേടനാണ്. സത്യം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. കുരുക്ക് മുറുകി തലസ്ഥാനത്തെ മേയർ, അഴിയുമോ ഊരാക്കുടുക്കിൽ നിന്ന് ജനാഭിപ്രായങ്ങളിലേക്ക്. ആയിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ എന്ത് പറയാൻ കഴിയും? അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടുത്തെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ശരിയല്ല, എല്ലാം തലതിരിഞ്ഞാന്നുള്ളത്. കംപ്ലീറ്റ് തലതിരിഞ്ഞാണ്, മൊത്തത്തിലെല്ലാം തലതിരിഞ്ഞാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒന്നും പുതിയതല്ല, ഇതൊരു പുതുമയില്ല, പുതുമയല്ല. ബിക്കോസ് ഇങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങളെ ഇതാണല്ലോ നടക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു മാറ്റം വരട്ടെ, എന്നാലേ എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാവും. ഭരണത്തിലൊരു മാറ്റം വരണമെന്നാണ് ഉദ്ദേശിച്ചത്. വന്നാലേ കേരളത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവും. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു തലസ്ഥാനത്തിൻ്റെ ഒരു പ്രായം കുറഞ്ഞൊരു മേയർ അവരൊരു അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണോ ചെയ്തതെന്നുള്ളത്. അതായത് മേയറിന്റെ അധികാരം എന്താണെന്നുള്ളത് ആദ്യം അറിഞ്ഞിട്ടുണ്ടാവണം. അതെ, അവരുടെ പോസ്റ്റിംഗ് ഉണ്ടെന്ന് വെച്ച് അതിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം. മേയറുടെ ആ പദവി ശരിക്കും ചെയ്യേണ്ട രീതിയിലല്ല, ഒരു അധികാരം ഉപയോഗിച്ച് അവരുടെ ഒരു ഗൗരവം, ഞാൻ മേയറാണ് എന്നൊരു ഗൗരവം കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ ഒരു അധികാര പരിധിയിൽ ഇങ്ങനെ ഒരാൾ, ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്യും എന്നുള്ളത്. പിന്നെ പോലീസും MVD ഒരു ആവശ്യമൊന്നുമില്ലല്ലോ, ഈ മേയർ തന്നെ മതിയല്ലോ, എല്ലാം നോക്കി നടത്താലോ. പിന്നെ എന്തിനാ MVD യും പോലീസുകാരൊക്കെ അല്ല, ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു എടുത്തുചാട്ടം ഇതിനകത്ത് നടത്തിയെന്നൊരു അഭിപ്രായമുണ്ട് അല്ലേ? നിലവിലിപ്പോൾ കേസ് കോടതിയിലാണ്. പക്ഷെ ആ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം ആ ഒരു ബസ്സിനകത്ത് ഒരു ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് പോലീസുകാർ ഒരു കേസ് എടുത്തിട്ടുണ്ട്, അതിനെ കറക്റ്റായ രീതിക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഭരണമാരുടെ കയ്യിലും അവർ അധികാരമുള്ളവരുടെ പക്ഷത്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ലേ? അതെ, ഇതിപ്പോൾ നമ്മളൊരു സാധാരണ മനുഷ്യന്മാരാണ്, നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. അവർ മേയറല്ലേ ഇവിടുത്തെ, അവർ വിചാരിച്ചാൽ എന്തും നടക്കും. അധികാരമുണ്ട്. നാളെ കേസ് ഇല്ലാതെയാവും ചിലപ്പോൾ അല്ലേ? നമ്മളൊരു ഒരാഴ്ച ഈ കേസിനെ കുറിച്ച് സംസാരിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മൾ അടുത്ത പാരവല്യം നോക്കി പോകും. സ്വാഭാവികം. ചർച്ച, ജനങ്ങളെ ശ്രദ്ധ മാറുമ്പോൾ കേസിന്റെ ഗതി മാറും എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മുടെ ഒരു സംശയം വരുന്നത്. അതായത് ഡ്രൈവർ ഈ ബസ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ ബസ്സിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് മേയർ ആ വണ്ടി തടഞ്ഞിട്ട്. ഒരിക്കലും മേയർ അത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും. അപ്പോൾ അതിപ്പോൾ പോലീസ് കേസെടുത്തു, കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മെമ്മറി കാർഡ് കാണാതായി. അതും അവരുടെ ഇതിൽ പോകാനേ വഴിയുള്ളൂ, അല്ലാതെ ആരും കയറി ഈ കാർഡൊന്നും എടുക്കാൻ സാധ്യതയില്ല. ഡിപ്പോയിൽ കയറി ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. അതായിരിക്കും എൻ്റെ ശരിക്കും സംഭവിച്ചത്. ഇനി കേസിന്റെ ഗതി എവിടെ ചെന്ന് നിൽക്കും ഇതിനെപ്പറ്റി നമുക്ക് അറിയില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കോടതിയിലുള്ള കേസാണ്. കോടതിയിലുള്ള കേസ്, രണ്ടാമത് പല കേസുകളും ഇങ്ങനെ വന്ന് പോകാറുണ്ട്. ഈ പഠിക്കുന്ന പാർട്ടിയുടെ ഒരു അധികാരം വെച്ചിട്ട് കേസൊക്കെ ഇല്ലാണ്ടാവും. ഇതിനെപ്പറ്റി മിക്കവാറും അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. എവിടെ എത്തും എന്നുള്ളത് കണ്ടിരുന്ന് കാണാം. അത് കണ്ടിരുന്ന് കാണാം, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളത്തേക്ക് അത് പുള്ളിയുടെ ഒരു ഇതല്ല, നമ്മൾ സൈഡ് കൊടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ പറ്റാത്ത സാഹചര്യം. ഒരു പക്ഷേ വണ്ടി ഓടിക്കൊണ്ട് വന്ന് അവിടെ വന്നു, മേയറെ വണ്ടി ആരാണെന്നറിയില്ല, ആളറിയാതെ വന്ന് കുറുക്ക് കയറി, പുള്ളി ചവിട്ടിയിട്ട് കിട്ടിയതുമില്ല. എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. അപ്പോഴെന്താണ് പ്രശ്നം? അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മറ്റൊരു കേസ്. അങ്ങനെ വരും. ചവിട്ടിയിട്ട് കിട്ടാത്തതായിരിക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് വേറൊരു വണ്ടി കയറി കഴിഞ്ഞാൽ ഞാനല്ല നിങ്ങളല്ല ആരായിരുന്നു ചിലപ്പോൾ ചവിട്ടിയെ കിട്ടില്ല. കിട്ടാതെ
അപ്പോൾ അതിനൊക്കെ വേറെ സൈഡ് തന്നില്ലെങ്കിൽ അതിന് വേറെ വഴികൾ ഒരുപാട് നിയമപരമായ നടപടികൾ വേറെ ഉണ്ട്. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് പറയാം, ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലെ തടഞ്ഞിട്ട് തടഞ്ഞിട്ട് അല്ല, ഫ്രണ്ട് കയറി അത് ഇപ്പോൾ തടയണമില്ലെന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം, ഞാൻ ഡ്രൈവറാണ്, അതിൻ്റെ മുമ്പ് പെട്ടെന്ന് കൊണ്ട് കുറുക്ക് വെച്ച് കയറിയാൽ ചിലപ്പോൾ ഞാൻ ചവിട്ടിയാൽ കിട്ടില്ല, അതൊരു വലിയ അപകടത്തിലോട്ട് പോകും. അത് പിന്നെ ഇന്നാര വണ്ടിയൊന്നുമല്ല, ആർക്കും സംഭവിക്കാം. മേജർ തന്നെ പോയിക്കൊണ്ടിരിക്കണം, അതിൻ്റെ മുമ്പ് വേറൊരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു ആട്ടോ അല്ലെങ്കിൽ ബൈക്കോ ഒരു കാറോ കൊണ്ട് കുറുക്ക് കയറിയാൽ അപകടം സംഭവിക്കും. അവർ ചവിട്ടിയാൽ നിൽക്കില്ല, അത് പിന്നെ ജീവൻ അപകടത്തിലാവുന്ന തരത്തിലോട്ട് പോകും. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ വയ്യാത്ത കാര്യമാണ്. അറിയാതെയൊക്കെ നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യപ്പോഴേ ഇതൊക്കെ വരും. അറിഞ്ഞുകൊണ്ട് ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അത് മേജർക്ക് തന്നെ ചിലപ്പം അപകടം പറ്റിപ്പോയത്. എനിക്കതേ പറയാനുള്ളൂ. അത് ഏതായിരുന്നാലും മേജറല്ല ആരായിരുന്നാലും ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ പോകാൻ പാടില്ല. കയറിയാൽ അറിഞ്ഞുകൊണ്ട് കയറാൻ പാടില്ല, അറിയാതെയൊക്കെ സംഭവിക്കും. ചിലപ്പോൾ സിഗ്നൽ കെട്ടാവുന്ന പിന്നെ വന്ന് കയറാറുണ്ട്. അതൊക്കെ അവൻ്റെ ഒരു പ്രത്യേക ഒരു ഇതുകൊണ്ട് പറ്റിപ്പോണാണ്. അറിഞ്ഞുകൊണ്ട് ഒരു വണ്ടിയുടെ മുമ്പ് കയറിയാൽ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചത്. എന്തെങ്കിലും പറ്റിപ്പോയാൽ കഴിഞ്ഞു. അവന് ഭാഗ്യം പോലെ മേയർക്ക് ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് എനിക്കതേ ഉള്ളൂ പറയാം. മേയർക്ക് അത് അവരെ ഭാഗ്യം കൊണ്ട് സംഭവിച്ചില്ല. ഡ്രൈവർ ചവിട്ടിയിട്ട് കിട്ടാത്താണെങ്കിൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല, ഇടിച്ചും കയറാനൊക്കെ വലിയ വണ്ടിയാണ്. അവൻ പൊക്കപ്പുറത്തിരിക്കുന്നതാണ് അല്ലേ, ഇത് ചെറിയ വണ്ടിയാണ്. അപ്പോൾ അവരെ ഭാഗ്യം ഒന്നും സംഭവിക്കാതെ. ഇതിപ്പോൾ കോടതി ഇങ്ങനെ കേസും കാര്യങ്ങളെ വന്നോളൂ. ഇങ്ങനെ പോയത് നന്നായി, ഇതേ പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായം അത് ബേസിക്കൽ പ്രോബ്ലം ഡ്രൈവർ അപമര്യാദ തന്നെയാണ്. ഡ്രൈവർ മോശമായി പെരുമാറ്റമാണ് സംഭവം തുടങ്ങി വെച്ച്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ, അപ്പോൾ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ മേയറാണോ MLA ആണോ നോക്കൂലല്ലോ, മനുഷ്യൻ്റെ ഉള്ളിൽ വരുമല്ലോ. അപ്പോൾ ഡ്രൈവർ അനാസ്ഥയാണ്, അപമര്യാദയാണ് കാരണം. തുടക്കം പരാതി കൊടുത്തു, കേസെടുത്തിട്ടുണ്ട്. അതെ, കേസ് കണ്ടൂട്ടം കൊടുത്തിട്ടുണ്ടല്ലോ. ഡ്രൈവറാണ് അതിൻ്റെ ബേസിക് പ്രോബ്ലം. ഡ്രൈവറാണ് കുറ്റക്കാരൻ. തുടങ്ങി വെച്ചത് മുമ്പരാ. എൻ്റെ അഭിപ്രായം അതാണ്. പിന്നീടാണ് മേയർ അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. അതെ, മേയർ സ്വാഭാവികമായിട്ടും ഇൻസൾട്ട് ആയപ്പം പ്രതികരിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വാഹനം പുറത്ത് തടഞ്ഞു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ നിലനിൽക്ക് നമ്മളാരും അങ്ങനെ ചെയ്താൽ കുറച്ചെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ഇട്ട് പിടിക്കും ഡ്രൈവറെ. നമ്മളൊക്കെ ആ പണിക്കാർ നമ്മൾ ചെയ്യും. അത്ര തന്നെ സംഭവിച്ചു. അത് മേയർ ആയതുകൊണ്ട് ഇത്ര ഇഷ്യൂ ആയത് മാത്രം. സാധാ മനുഷ്യനാണെങ്കിലും ഒരു ആത്മാഭിമാനം സ്ത്രീ ബെനക്കിട്ട് പിടിക്കും ഡ്രൈവറെ. ശ്രീരാഗ്യം കാണിച്ചു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ സ്വാഭാവികമായിട്ടും ചെയ്യും, നമ്മളാണ് ചെയ്യും. പക്ഷെ ഇത് പിന്നെ മേയറായ സ്ഥിതിക്ക് ഇഷ്യൂ ആയതുള്ള എന്ത് പറയുന്നു? അതന്നെ സംഭവം. ശരിക്കും ഇതിൽ കുറ്റക്കാരൻ ആരാണ്? ഡ്രൈവർ തന്നെയാണ്. ഡ്രൈവറിനെ ഈ വളഞ്ഞിട്ട് പിടിച്ചു എന്നുള്ളതാണ് കേസ്. വളഞ്ഞിട്ട് പിടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയല്ല അവർ പറഞ്ഞത്. വളഞ്ഞിട്ട് പിടിക്കുന്ന ജസ്റ്റ് അവിടെ ട്രാഫിക്കാണ്, ആ ട്രാഫിക്കിൻ്റെ അവിടെ പോയി നിർത്തി കാര്യങ്ങൾ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തെന്നാണ് പറയുന്നത്. അതൊക്കെ പിന്നെ അതൊന്നും ആ സമയത്ത് നമ്മൾ ഓർക്കൂലല്ലോ, സീബ്ര ലൈനുണ്ടോ. അത്രക്കും പിന്നെ മേയറോട് അപമര്യാദയായിട്ടാണ് ഡ്രൈവർ പെരുമാറിയത്. അപ്പോൾ ആ വഴിക്ക് അവർ പോയപ്പം ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി തടഞ്ഞിട്ടെന്ന് പറഞ്ഞൂടാ, ജസ്റ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാർ അപ്പോൾ തന്നെ മാറ്റി എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡിൽ കിട്ടിയതല്ലേ. അപ്പോൾ ഇതാണ് അത് വെച്ചാൽ ഒരു സെക്കൻഡ് നിന്നാലും ഓട്ടത്തിൽ പെടുമല്ലോ. വേറെ ഒന്നുമില്ല. നമ്മളൊക്കെ ഈ വണ്ടി തൊഴിലാളികൾ അതുകൊണ്ടറിയാം. ഇതിനിടയ്ക്ക് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. അതൊരു ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ. അത് ചെയ്യാൻ പാടില്ലാത്തത് ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ടാണെങ്കിൽ മെമ്മറി കാർഡ് ഒരു കേസിലൊരു എവിഡൻസ് ആണ്. ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊതു മുതലാണ്. അതൊക്കെ മാറ്റുക എന്ന് പറയുമ്പോൾ കാർഡാണല്ലോ. നമ്മൾ എവിടെ യാത്ര ചെയ്താലും ഒരു മെമ്മറി ഒരു തെളിവാണ്. മെമ്മറി കാർഡിലാണ് ശരിക്കും തെളിവുള്ളത്. ആ തെളിവിനെ അവർ നശിപ്പിച്ചതിലാണ് ഈ വിഷയം ആയത്. അല്ലെന്നുണ്ടെങ്കിൽ നശിപ്പിച്ചെന്നുള്ളതാണ്. പോലീസ് അത് അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചിട്ട് അതിന്റെ നടപടി നശിപ്പിച്ചാലും പണിക്കാരെ നശിപ്പിച്ചാലും അത് ശരിയാണ്, കണ്ടുപിടിക്കണം. അതൊരു വലിയൊരു തെളിവാണ്.
ഉള്ളതായിരുന്നു ആ സാധനം. അത് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു സംശയത്തിന്റെ മേയറിലോട്ട് പോയി. അധികാരം ഉപയോഗിച്ച് മാറ്റി വെക്കുമോ? ബസ് കയറിയിട്ട് ഇപ്പം മേയർ ചെയ്യും. ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കാമല്ലോ. ആൾക്കാരെ പബ്ലിക് കയറി ചെയ്യൂലല്ലോ. ബസ്സിലെ KSRTCയിലെ യൂണിയൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുണ്ട്. അത്തരത്തിലൊരു ഡൗട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് എല്ലാവരുടെയും. എന്താ പറയുന്നത്? നിലവിൽ കേരളത്തിന്റെ ഗതികേട് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഇന്റൻസീവായിട്ട് ചർച്ച ചെയ്യാന്നുള്ളതാണ് കേരളത്തിന്റെ ഗതികേട്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം നിലവിൽ പ്രധാനമന്ത്രി 3-4 ദിവസമായിട്ട് രാഷ്ട്രത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത് വർഗീയ പരാമർശങ്ങൾ നടത്തുക. അയോഗ്യനാക്കപ്പെടേണ്ട കാര്യമാണ്. പ്രധാനമന്ത്രിനെ ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടേണ്ടതും നിലവിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് അനുവദിക്കുക ആ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അതും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിന് പകരം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPMന്റെ ഏതെങ്കിലും വേണ്ടപ്പെട്ട ആളുകളെ എന്തെങ്കിലും ആക്രമിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ട് ഇത്ര ചെറിയ പ്രശ്നം, അതായത് 3-4 ദിവസം, അതുപോലെ യദുവിന് ഫാൻസ്, അത്തരത്തിലുള്ള രൂപത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗതികേട് തന്നെയാണ്, ഈ മാധ്യമങ്ങളുടെ ഗതികേട് തന്നെയാണ്. സത്യം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. ഡ്രൈവറുടെ ഭാഗത്താണോ മിസ്റ്റേക്ക്, ഇത് തടഞ്ഞ മേയറുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പക്ഷെ മേയർ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചിട്ടാണ് വാഹനം തടഞ്ഞത്. ഇപ്പോൾ പോലീസ് അതിനകത്ത് കേസെടുക്കും. ഡ്രൈവർക്കെതിരെ അല്ല, മേയർക്കും മേയർ ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അടുത്ത് വരുന്ന വാർത്തകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അധികാരത്തിൻ്റെ പവറിലൊരു ഇത് കാണിച്ചു എന്നൊരു അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ. അത് യാഥാർത്ഥ്യം അങ്ങനെയാണല്ലോ. ഒരു അധികാരത്തിലിരിക്കുന്നവർ അവരുടെ അതിൻ്റെ ഒരു ആണ് അവർ കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് എന്നിട്ട് പോലും അത് കേസ് ഇപ്പോൾ എടുത്തത് എന്തുകൊണ്ടാണ്? പോലീസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് എടുത്തത്. കോടതിയിൽ നിന്ന് ആ ഒരു കോടതി പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും കേസ് എടുക്കില്ല. അത് വാസ്തവമല്ലേ? അത് അധികാരം എന്തുകൊണ്ട് അവരത് ദുർവിനിയോഗം ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. അവരുടെ ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അവരങ്ങനെ ചെയ്യാമോ? ശരിക്കും പറഞ്ഞാൽ നടപടിയെടുക്കാൻ വേറെന്തെല്ലാം നിയമപരമായ മാർഗങ്ങളുണ്ട്. അതെ, തീർച്ചയായിട്ടും അവർക്കത് ചെയ്യാൻ പറ്റും. അതിന് പകരം വണ്ടി റോഡിൽ കൊണ്ടൊന്ന് ബ്ലോക്ക് ചെയ്യുക, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് തുല്യം തന്നെ. ഈ പറഞ്ഞ ജനങ്ങൾ വോട്ടിട്ടും അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ജനപ്രതിനിധികൾ ഉണ്ടായത്. മേയറൊക്കെ ഉണ്ടായത് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ്. അതെ അതെ, കൗൺസിലറായി പിന്നെ മേയറായി. അതെ അതെ, അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ MLA. അപ്പോൾ അദ്ദേഹവും വരുന്നത് ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ട് തന്നെയാണ് അവരും വരുന്നത്. അപ്പം അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് പബ്ലിക്കായിട്ടുള്ള, അതായത് പബ്ലിക്കായിട്ട് യാത്ര ചെയ്യുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് സാധാരണക്കാരന്റെ പോലെ തന്നെയാണ് അവരും. അധികാരമുണ്ടെങ്കിലും താൽക്കാലികമാണ് ഈ അധികാരം. അതെ അതെ അതെ, പക്ഷെ അത് അവർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കാതെ അവരത് ദുർവിനിയോഗം ചെയ്യുകയാണ്. മേയറുടെ ഭാഗത്ത് അങ്ങനെ ഒരു അധികാര ദുർവിനിയോഗം ഉണ്ടായി. തീർച്ചയായും സംശയമില്ല. ആ രീതി അപ്പോൾ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കോടതിയിലുണ്ട്. കോടതിയിൽ എന്താണെന്നുള്ളത് സത്യാവസ്ഥകൾ തെളിയിക്കപ്പെടട്ടെ. കോടതിയിൽ എന്ത് പറയണ്ടേ? കാരണം അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ ബസ്സിനകത്തുള്ള മെമ്മറി കാർഡിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രൈവർ പോലും അറിഞ്ഞിട്ടില്ല അതിനകത്തുള്ള മെമ്മറി കാർഡ് മിസ്സായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറിന്റെ തൊട്ട് ഇടത് സൈഡിൽ ഇരുന്ന സാധനം ഡ്രൈവർ പോലും അറിയാണ്ട് ആ സാധനം പോയി. അപ്പോൾ അത്രയ്ക്കും അതിനകത്തുള്ള ചിലപ്പോൾ ഈ ബസ്സിനകത്തുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും ചിലപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ടാവുക അവരുടെ നിർദ്ദേശപ്രകാരം. അപ്പം ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് കോടതിയിൽ എത്തിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് പോലീസിനാണ്. തെളിവുകളാണ് പ്രധാനം. പക്ഷേ ഈ സംഗതികളെല്ലാം കോടതിയിൽ ശരിയായ രീതിയിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ പോലീസ് വിചാരിക്കുന്നു. പക്ഷെ പോലീസ് അത് അധികാരത്തിന്റെ താഴെ നിന്നുകൊണ്ടല്ലേ പോലീസിന് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ കോടതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടണമെന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അവർ തന്നെ വിജയിക്കുകയും ഈ പാവപ്പെട്ട ഡ്രൈവർ ചിലപ്പോൾ പരാജയപ്പെടാനുമുള്ള സാധ്യത ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അധികാരമുള്ളവരുടെ കാര്യങ്ങളെ നടക്കൂ. തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ അങ്ങനെയാണ്. അങ്ങനെ നടക്കൂ. അതെ അതെ, അത്രയും പ്രതീക്ഷിച്ചാൽ മതി. അതെ അതെ അതെ. ഇന്നത്തെ മേയറുടെ ഭാഗത്ത് നിന്ന് പക്വത കുറവോ അതല്ലെങ്കിൽ ഒരു വീഴ്ചയോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കണ്ടോന്നിട്ട് പോലീസ് കേസെടുത്തിരിക്കുകയല്ലേ. കേസെടുത്ത് കോടതി നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്ന്, ബസ്സിലെ മെമ്മറി കാർഡ്. അതിൽ ബാക്കിയുള്ള ബസ്സിലൊക്കെ മെമ്മറി കാർഡുണ്ട്, ഈ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ല. ഏതോ പറഞ്ഞതിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു കാര്യം, രണ്ടാമത് പ്രാവശ്യം പറഞ്ഞാൽ വേറൊരു കാര്യം എന്നാണ് അവർ പോലീസിൻ്റെ ഒപ്പീനിയൻ. പിന്നെ 1 മണിക്കൂർ 10 മിനിറ്റ് ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ഉപയോഗിച്ചെന്നാണ് അവരെ കണ്ടുപിടുത്തം. അറിയതു ഡ്രൈവർ.
ബാക്കിയുള്ളത് കോടതി കേസ് നടക്കുന്നതുകൊണ്ട് മേയറെന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മേയറായിട്ടല്ല പ്രതികരിച്ചത്. ഒരു പെണ്ണിൻ്റെ നേരെ അശ്ലീല ഒരു വനിതയ്ക്ക് നേരെ ഉണ്ടായ അശ്ലീല പരാമർശം അതിന് ഇത് പ്രതികരിച്ചു പ്രതികരിച്ചതാണ് ആര്യയുടെ മൊഴി. സച്ചിൻ ഭർത്താവ് കയറിയിട്ടുണ്ടെന്ന് ആദ്യം ഡ്രൈവർ പറയുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞ് കണ്ടക്ടർ എണീറ്റ് കൊടുത്ത് സഹാവ് ഇരിക്കുന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ല. പേപ്പറിൽ പറയുന്നതാണ്, പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കോടതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് രണ്ടുപേർക്കെതിരെ. കാരണം യാത്രക്കാരെ ഇറക്കി വിട്ട് എന്നുള്ള ഒരു ഇത്. പിന്നെ കളക്ഷൻ ബാധിച്ചു. ബസ്സിന്റെ കളക്ഷൻ ഒരു റൂട്ട് ക്യാൻസലായി, അല്ലെങ്കിൽ ആൾക്കാരെ എത്തിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ഒരു പബ്ലിക് ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഇതിപ്പം കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ വിധി ഏത് തരത്തിൽ വരും എന്നുള്ള കാര്യം കാത്തിരുന്ന് പറയാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. KSRTC മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വിധി വരട്ട്, അതിനു ശേഷം യദുവിനെതിരെ നടപടി എടുക്കാമെന്നാണ് ഗണേശൻ്റെ ഒരു. ആ ഡ്രൈവറെ ഇപ്പം മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ സസ്പെൻഷനായിട്ടല്ല, ഈ കേസ് കഴിയുന്നവരെ മാറി നിൽക്കാനാണ് CMDയുടെ തീരുമാനം. ഡ്രൈവർ പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഇടത് സൈഡ് കൂടെ ഓവർടേക്ക് ചെയ്ത് കയറിയാണ് വന്നതാണ്. ഡ്രൈവർ വണ്ടി വിട്ടില്ല, അവർ ഓവർടേക്ക് ചെയ്ത് വന്നു. കണ്ടക്ടർ ഭർത്താവ് കയറി യാത്രക്കാരെ ഇറങ്ങി പോകാൻ പറഞ്ഞതാണ് ഇവർ പറയുന്നത്. ബാക്കിയുള്ള 5 ബസ്സിൽ മെമ്മറി കാർഡ് ഉണ്ട്, ഈ ബസ്സിൽ മാത്രം മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് മെമ്മറി കാർഡ് എടുത്ത് മാറ്റുമ്പോൾ ഒരു സംശയം ഉണ്ടാവില്ലേ? അത് തന്നെ, കുറ്റം ചെയ്തവന് പിടിക്കപ്പെടാതിരിക്കാനല്ലേ ഇങ്ങനെയുള്ള അത് ചെയ്യുള്ളൂ. ഇവരെ പറയുന്നത് TDF മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഡ്രൈവറിൻ്റെ സപ്പോർട്ടായിട്ടുള്ളത്. ബാക്കി ഒരു യൂണിയനും ഇല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. INTC ആയാലും ഇല്ല, TDF മാത്രമല്ല, അവർ സമരമൊക്കെ നടത്തി. അത് തന്നെ, ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ഒരു കണ്ടുപിടുത്തമാണ് TDF ആദ്യത്തെ ദിവസം സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ അടുത്ത ദിവസം പത്രത്തിൽ നോക്കിയപ്പോൾ അവരെ ഒപ്പീനിയൻ കാണാനില്ല. അപ്പം 90% ഇയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു ഒരു നടി ഇവിടെ ഒരു സിനിമാ നടിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവരും പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അതും വന്ന് കേസെടുത്ത് ഇവരെന്നെ കൺട്രോൾമെന്റ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിട്ടുള്ളത്. കാരണം പാളയം സ്ഥലം കൺട്രോൾമെന്റ് ഏരിയ ആണ്. അത് അവർ കേസെടുത്ത് അന്ന് രാത്രി തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഉടനെ വിട്ട് അയാൾ തന്നെ ബസ് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഇത് വരുന്നവരെ കാത്തിരിക്കുക. ഏതാണ് എന്താണ് ശരി എന്നുള്ളത് നമുക്കതിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം കോടതിയിൽ കേസ് കിടക്കുന്നതുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നതിന് ശേഷം ഇവർ അതിങ്ങനെ പോവും. കുറച്ച് ദിവസമൊക്കെ ചർച്ച ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ ഈ കേസൊക്കെ അയാൾ പറയുന്നത് ഞാൻ ടെമ്പററി പോസ്റ്റിംഗ് ആണ്, എനിക്ക് പെർമനൻ്റ് ആയിട്ടില്ല, എനിക്ക് ശമ്പളം പോലും കിട്ടിയിട്ടില്ല, അത് വാങ്ങിച്ചു തരാൻ പറ്റുമെന്നാണ് ആദ്യം. അന്ന് ഈ മേയറുമായി സംസാരിക്കുമ്പോൾ തർക്കം ഉണ്ടാകുമ്പോൾ ആദ്യം ശമ്പളം തരാൻ നോക്കി, എന്നിട്ട് വാചകടിക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. പേപ്പറിൽ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഞാൻ ഒരു മേയറായിട്ടല്ല പ്രതികരിച്ചത്, ഒരു സാധാരണക്കാരനിക്ക് ഇങ്ങനെ ഒരു ഇതൊന്നും പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് പ്രതികരിച്ചത്. എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഇറങ്ങി വന്നപ്പം അവളെ നോക്കിയാണ് അശ്ലീലമായിട്ട് പെരുമാറിയത് എന്നാണ് പറയുന്നത്. പക്ഷേ കണ്ടക്ടറിൻ്റെ ഇതുവരെയായിട്ട് ഒപ്പീനിയൻ കൊടുത്തിട്ടില്ല. അയാളെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറിയെന്നാണ് വെളിയിൽ അറിയുന്നത്. എന്തായാലും കാത്തിരിക്കാം. നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലാണ് കോടതിയിൽ കേസ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. അവരെ ഒന്നിൽ ജോലിക്ക് പിരിച്ചുവിടും, അല്ലെങ്കിൽ ഇവരെ പേരിൽ കേസെടുക്കും. രണ്ടും കോടതി തീരുമാനിക്കും. നിയമക്കുരുക്കിലായതുകൊണ്ട് അവരെ കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ഒരു നടപടിയിലിട്ട് വരട്ടെ. അല്ല, ഇവര് രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയീസ്. ഒരാൾ താൽക്കാലികം, ഒരാൾ ജനപ്രതിനിധി. ഗവൺമെന്റ് എംപ്ലോയി അല്ല, ജനപ്രതിനിധി. തിരുവനന്തപുരം സിറ്റിയിലെ മേയറാണ്. അത് ഒരു വലിയൊരു പോസ്റ്റിംഗ് ഇരിക്കുന്ന ഒരാൾ. അങ്ങനെ ആര്യയുടെ പേരിൽ തെറ്റുണ്ടെങ്കിൽ പോലും ഇവർ ഒരു വാർണിംഗ് കൊടുക്കും. പാർട്ടിക്കാരും ഇടപെട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ
കോടതിയിൽ കേസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കോടതി തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അത്രേ ഉള്ളൂ. നമ്മുടെ തലസ്ഥാനത്ത് ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് ഒരു മേയർ ഒരു KSRTC ഡ്രൈവർ തർക്കം മേയർ വാഹനത്തിന് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മേയർ ഈ വാഹനം തടഞ്ഞിട്ട് പ്രതിഷേധിച്ച ഒരു സംഭവം ഉണ്ടായി. അറിയാം. അതിൽ ശരിക്കും അത് ശരിയായിരുന്നു അതോ മേയറുടെ ആ പെരുമാറ്റം തെറ്റായിരുന്നു? അതിപ്പം മേയറിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് നിസ്സാരമായ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ തന്നെ മേയറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പോലീസ് കേസെടുക്കാൻ ഒറ്റ ഫോൺ കോളിൽ മതിയെന്ന് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിനെ ഇത്രയും വഷളാക്കി റോഡിൽ ബസ് തടഞ്ഞിട്ടു എന്നൊക്കെ ഉള്ളൊരു വിഷയം. ഇത്രയും വഷളാക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. പരാതിയായിട്ട് പോകുന്ന എനിക്ക് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ആ ഡ്രൈവറെ വിളിച്ച്. തീർച്ചയായും അയാൾ KSRTCയുടെ ഡ്രൈവറല്ലേ, ഗവൺമെൻറ് വാഹനം ഓടുന്ന ആളല്ലേ, അയാളുടെ ഡാറ്റ എല്ലാം ഉണ്ടാവും KSRTCയിലുണ്ടല്ലോ. അപ്പം നിലവിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്പരും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ ടൈമിൽ ആരാണോ ആ വാഹനം ഓടിച്ചത് അപ്പം ഒരു ദീർഘദൂര സർവീസ് കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ അതിനെതിരെ നടപടിക്രമങ്ങൾ ഒരുപാട് പാലിക്കപ്പെടും. അതിന് നിയമപരമായ ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിന് പകരം ഈ വാഹനം തടഞ്ഞു എന്നുള്ളതാണ്. തടഞ്ഞു നിർത്തിയത് ശരിയായില്ല എന്നുള്ളതാണ് കാര്യം. പല യാത്രക്കാരും ദൂരെ നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നവരില്ല, അത്രയും ദൂരം വന്നു, അവരെ യാത്ര തടസ്സപ്പെട്ടു. അതിപ്പം ഞങ്ങളാണെങ്കിലും ദൂരെ യാത്ര എന്നൊക്കെ വരുമ്പോൾ വഴിയിലിറക്കി വിടുമ്പോൾ നിങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനിടയ്ക്ക് മേയറുടെ ഹസ്ബൻഡ് വാഹനത്തിൽ കയറി ആൾക്കാരെ ഇറക്കി വിട്ടു എന്നുള്ളതും നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട്. അതും ശരിയായ ഒരു ജനപ്രതിനിധി അങ്ങനെ ചെയ്യാമോ? ഒരിക്കലും പാടില്ല. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണല്ലോ ഒരു ജനപ്രതിനിധിയുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഡ്രൈവറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നടപടിക്രമങ്ങളുണ്ട്. നിയമപരമായി അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെതായ നടപടിക്രമങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതെ. പക്ഷെ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതെ. മേയറും ഇപ്പം അവരുടെ ഒരു എന്താ പറയുക, അവരൊരു ആ പവർ, അവരൊരു അധികാരം ദുർവിനിയോഗം ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഭരണ സംവിധാനം, ഇപ്പം പോലീസായിരുന്നാലും ഒരു പരാതി കൊടുത്താൽ അന്വേഷിക്കാമെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അയാൾ തീവ്രവാദിയൊന്നും അല്ലല്ലോ. അപ്പം ഒരു KSRTC ഡ്രൈവറാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും സർവീസ് അതിലുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അയാൾക്കെതിരെ നിയമപരമായ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. ഇപ്പോൾ അവരെ വാങ്ങിയ ഭാഷയിലൂടെ അല്ലെങ്കിൽ പിന്നെ ഇത് മോശമായി അവരുടെ അടുത്ത് പെരുമാറി അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിന് ഒരുപാട് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് നേരിട്ട് തന്നെ നമ്മളിങ്ങനെ നടപടിയെടുക്കാൻ പോയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? അതാണ് ഇപ്പോഴത്തെ സർക്കാർ പോലീസും എല്ലാം ഉള്ളപ്പം, നിലവിലുള്ളപ്പം അതുവഴി മുന്നോട്ട് പോകുന്നു. നമ്മൾ അവരെ ഈ നിയമം ഈ സാധാരണഗതിയിൽ പറയാറുണ്ട്, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിപ്പോൾ സാധാരണ പൗരനായാലും അധികാര സ്ഥാനത്തിരിക്കുന്നവരായാലും എല്ലാവർക്കും നിയമം ബാധകമാണ്. ആ സമയത്ത് അധികാരത്തിൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് നിയമം കയ്യിലെടുക്കുക, ഇതിലങ്ങനെ സംഭവിച്ചോ? നിയമം കയ്യിലെടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവിൽ അഭിപ്രായം അങ്ങനെ വന്നിട്ടുണ്ട്. കാണാമല്ലോ ബസ്സിൻ്റെ പുറകെ തന്നെ കാറിട്ടിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പം മാതൃകയാകേണ്ടവരല്ലേ മേയറും MLA? ജനങ്ങൾക്ക് മാതൃകയാകേണ്ട അവർ ഇനിയും ഒത്തിരി ഈ മേഖലയിൽ വരാനുള്ളവരാണ്. ഇപ്പോൾ ഒരു മേയറായി, അടുത്തിനി ജനപ്രതിനിധിയായി, വീണ്ടും ചെറുപ്പക്കാരാണ്, വീണ്ടും ഈ നാടിനെ സേവിക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇത്രയും ഒരു പക്വതക്കുറവ് ഉണ്ടാവുക എന്നുള്ളത് ജനത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? എന്നെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ജനങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ടല്ലോ. ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്. ഇതാണ് ഒരു ശരിയായില്ല എന്നുള്ളത്. ശരിയായില്ല. ഇപ്പം അദ്ദേഹം, ഞാൻ KSRTC ഡ്രൈവറെ ന്യായീകരിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ നിയമ നടപടി സ്വീകരിക്കാനാവണം. പക്ഷേ അതിൽ ഇന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. പോലീസുണ്ട്,
കോടതിയുണ്ട്. പിന്നെ ഒരു മേയറാണല്ലോ, മേയർ വിചാരിച്ച എന്തെല്ലാം ചെയ്യാൻ കഴിയും, അധികാരമുണ്ടല്ലോ. അപ്പം നിയമപരമായി നേരിടാന്നുള്ള കാര്യങ്ങളായിരുന്നു അത്. KSRTC ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഡാറ്റയും KSRTCയിലുണ്ട്. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് വഴി കഴിഞ്ഞിട്ടാണെങ്കിലും പോലീസിന് ഈ ഡാറ്റ വെച്ചിട്ട് KSRTC ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ വിളിക്കാവുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇന്ന റൂട്ട് പോയി വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിനെതിരെ ഇങ്ങനെ ഒരു നിയമ നടപടി നേരിടുകയാണ്. അതെ, അങ്ങനെ ചെയ്യാം തീർച്ചയായും. എത്ര ഇതുപോലുള്ള കേസുകളുണ്ട്. വാഹനം ആക്സിഡൻറ്റ്, ഇപ്പോൾ തട്ടി ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ KSRTC മറ്റു വാഹനങ്ങളുമായിട്ട് തട്ടണ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെയല്ലേ, വണ്ടി നമ്പരും സമയവും ആ സ്ഥലവും കാര്യങ്ങളും വെച്ച് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ KSRTC പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും. അതുപോലുള്ള KSRTC എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക്കാണ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നൊരു മേഖലയും കൂടിയാണ്. അതെ, അത് അപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെ ഇങ്ങനെ ജനപ്രതിനിധികൾ ഇടപെട്ട് ജനങ്ങളെ യാത്ര തടസ്സപ്പെടുത്തുക എന്നുകൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം. അദ്ദേഹം KSRTC ഡ്രൈവർ വാർത്തയിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ രാവിലെ 2 മണിക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ പോയയാളാണ്. അപ്പോൾ അത്രയും മണിക്കൂർ ഇവിടെ നിന്ന് അദ്ദേഹം ഒരു റെസ്റ്റ് ഇല്ലാതെ പോയിട്ട് യാത്ര ചെയ്തു. അദ്ദേഹത്തിനാകെ കിട്ടിയത് 2-3 മണിക്കൂറത്തെ ഒരു വിശ്രമം മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും അറിയാമല്ലോ, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ, എറണാകുളം തൃശ്ശൂർ വരെ അടുപ്പിച്ചുള്ള റോഡുകളെല്ലാം വളരെ മോശമായിട്ട് കിടക്കുകയാണ് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത്രയും ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു മെൻ്റലി സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതേ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് അതുപോലുള്ള യാത്രക്കാരും അതിനകത്ത് അത്രയും ക്ഷീണിതരായിട്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ അവരെ വഴിയിൽ ഇറക്കി വിട്ട് ശരിയായില്ല എന്നുള്ളൊരു ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. അതെ. തലസ്ഥാനത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ 2-4 ദിവസങ്ങളായി മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള ഒരു തർക്കം. ശരിക്കും എന്താണ് അതിലൊരു പൊതുജനാഭിപ്രായം? പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയറുടെ ഭാഗത്ത് തെറ്റാണ്. കാരണം ബസ്സിൻ്റെ മുമ്പ് കാറുകൊണ്ട് തടഞ്ഞിട്ടു, അത് തെറ്റാണ്. കാറിട്ട സ്ഥലം എന്ന് പറയാൻ നടപ്പാതയാണ്, ക്രോസിംഗ് നടപ്പാത, സീബ്ര ലൈനായിരുന്നു. അതിലവർ കാറിട്ട് ചേർത്തത് തെറ്റാണ്. അങ്ങനെ ചെയ്യേണ്ട കാര്യം അവർക്കില്ല, ഒരു മേയറായത്. കാരണം അവരൊക്കെ നിയമം പാലിക്കേണ്ടതല്ല. അധികാരം ലംഘിച്ചു അവർ, മേയറും പോലീസുകാരും ഒക്കെ ഈ നിയമം പാലിക്കേണ്ട ആൾക്കാരാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ അവർക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? സീബ്ര ലൈനിൽ അവർക്ക് ഇടാൻ പാടില്ല. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ബസ്സിൻ്റെ തൊട്ട് പുറകിൽ ഇട്ടിട്ട് വന്ന് ഡ്രൈവറോട് സംസാരിക്കുക, അല്ലെങ്കിൽ സീബ്ര ലൈൻ കടന്ന് ഇട്ടിട്ട് അവർക്ക് സംസാരിക്കുക. ക്രോസ് ചെയ്തിട്ട് വണ്ടി MLA വാഹനത്തിലുള്ള യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന് പറയുന്നു. ശരിക്കും ആൾക്കാരെ യാത്ര തടസ്സപ്പെടുത്തിയത് ശരിയാണോ? തെറ്റാണ്. മേയർ കാണിച്ചത് തെറ്റ്. അവർ അവരുടെ അധികാരത്തിൻ്റെ പദവിയും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പദവിയും വെച്ചിട്ട് കാണിച്ചതാണ്. ദുരുപയോഗം നടത്തിയെന്നുള്ളത് അത് 99% അത് ശരിയാണ്. അങ്ങനെ കാണിക്കാൻ പാടില്ല. കാരണം വണ്ടിയുടെ മുമ്പ് കാറ് തടഞ്ഞു വെച്ചിട്ട് ഡ്രൈവറുടെ ചോദ്യം ചെയ്യേണ്ട. ഡ്രൈവറോട് സർക്കാർ ജോലിക്കാരനാണ്, മേയറും ഒരു സർക്കാർ പദവിയിൽ ഇരിക്കുന്നവരാണ്. അവരെ അതിന് ശരിക്കും പറഞ്ഞാൽ അധികാരം അവർക്ക് പോലീസിനെ അറിയിച്ച് അല്ലാതെയൊക്കെ നടപടിക്രമങ്ങൾ വേറെ ഉണ്ട്. അത് ചെയ്യാതെ തടഞ്ഞിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. തെറ്റാണ്. അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാം. ഡ്രൈവറുടെ പേർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് മുൻപോട്ട് പോകാം. അവർക്ക് തടഞ്ഞിട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യം അവർക്കില്ല. ശരിക്കും ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ചയില്ല. പുള്ളി ന്യായമായിട്ടല്ലേ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ മേയർ കാണിച്ചത് തെറ്റാണ്. പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുന്നില്ല. അല്ല, തെറ്റാണ്. മേയർ കാണിച്ചിട്ട് തെറ്റാണ്. അത് ഞാൻ ആർക്ക് വേണമെങ്കിലും പറയാൻ തെറ്റാണെന്നുള്ള കാര്യം കാണുന്ന ആർക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും നടപടിക്രമങ്ങളെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവാദമായത്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശരിക്കും കേസിൽ എന്തെങ്കിലും ഡ്രൈവറിന് അനുകൂലമായിട്ട് എന്തെങ്കിലും കിട്ടുമോ? ഡ്രൈവർക്ക് അനുകൂലമായിട്ട് കിട്ടുള്ളൂ. നിയമപരമായിട്ട് ഡ്രൈവർക്ക് അനുകൂലമായിട്ട് കിട്ടും. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. അതിൻ്റെ ബസ്സിലെ ഡാഷിൽ നിന്നും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. ഞാൻ കാർഡ് കണ്ടെത്തിയാൽ അതൊരു തെളിവാണ്.
കാർഡ് കണ്ടക്ടറാണ് എടുത്തെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ 12 ദിവസം പലരും പറയുന്നുണ്ട്. 12 ദിവസം പക്ഷെ കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. കാർഡിലാണ് ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് കാർഡിനകത്ത് ഒരു തെളിവാണ്. അത് കണ്ടിട്ടില്ല. അത് 12 ദിവസം കണ്ടക്ടർ കയ്യിലാണെന്നാണ് 12 ദിവസം പറയുന്നത്. അയാളെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. കണ്ടക്ടറെ കണ്ടെത്തിയാൽ ആ കാർഡ് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റ് തന്നെയാണ്. പൂർണ്ണമായിട്ട് അങ്ങയുടെ അഭിപ്രായം? പൂർണ്ണമായിട്ട്. ബസ്സിൻ്റെ ബാക്കിലാണ് ആ ജീപ്പ് കൊണ്ടിടാനും കാറ് കൊണ്ടിടാനും കാര്യങ്ങളുള്ളത് അവർക്കാണ്. അവർ ചെയ്തത് ശരിയല്ല. ശരിയല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ ബസ്സിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിട്ടതും അതും തെറ്റാണ്. ആൾക്കാരെല്ലാം വഴിയിൽ ഇറക്കി വിട്ടതും തെറ്റാണ്. കോടതിയിൽ നിന്ന് ഈ ഡ്രൈവർക്ക് നീതി കിട്ടുമോ? അത് കിട്ടുക എന്നുള്ള കാര്യം പിന്നീട് അറിയാം നമുക്ക്. നടപടിക്രമങ്ങൾ അത് നടക്കട്ടെ എന്നാണ്. ഊരാക്കുടുക്കിലായ തലസ്ഥാനത്തെ മേയറെ രക്ഷിക്കാൻ ആര് വരും രംഗത്ത്? പാർട്ടിയോ അതോ പൊതുസമൂഹമോ? കാത്തിരുന്നു കാണാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.